ശ്രീ സജീവ് കുമാരൻ, സെക്രട്ടറി ദിലീപ് കുമാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എല്ലാ നല്ലവരായ പ്രവർത്തകർ, സുഹൃത്തുക്കളെ, ഞാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ വിഴിഞ്ഞം സെന്ററിന്റെ ഹെഡ് ചെയ്യുന്ന ആളാണ്. മത്സ്യകൃഷി അല്ലെങ്കിൽ അലങ്കാര മത്സ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഴിഞ്ഞ 30 വർഷമായിട്ട് പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആളുകളായിട്ട് ഞാൻ തിരുവനന്തപുരം ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇരിക്കുന്ന പല ആൾക്കാരെ എനിക്ക് നല്ല പരിചയമുണ്ട്. അവരുടെയൊക്കെ കടകളിൽ നിന്ന് പല സാധനങ്ങളും മീനുകളും ഒക്കെ പലപ്പോഴും വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെയ്യുന്നതോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നതോ ഒക്കെ ആയിട്ട് സമൂഹത്തിലെ പല വിധത്തിലുള്ള ആൾക്കാരെ ഒരു കുഴപ്പത്തിൽ കൊണ്ടുവന്നാണെന്ന് നടക്കുന്നതും ഇനി മുന്നോട്ട് പോകുന്നതും ഒരു ആവശ്യം, സമൂഹത്തിൽ നമ്മുടെ നാടിന്റെ ഒരു ആവശ്യം കൂടിയാണ്. ഇതിങ്ങനെ നടത്തുന്നതിന്, ഇതിന് പ്രസ്ഥാനം ഉണ്ടായതിന് ഞാൻ ഇതിന്റെ ഭാരവാഹികള് ഇതിനായി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും ജീവിക്കുന്ന ഒരവസ്ഥയായിരുന്നു കേരളത്തിലെ പല കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ അത് മാറി വളരെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളാണ് കൂടുതലുള്ളത്. പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഫാമിലി എന്നൊക്കെ പോലെ അച്ഛൻ, അമ്മ, കുട്ടികള് കുറേശ്ശെയായിട്ട് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടലാണ്. ഈ ഒറ്റപ്പെടയില് ശരിക്കും നമുക്ക് ഏറ്റവും നല്ലതായിട്ട് കമ്പാനിയൻ തരാനായിട്ട് വരുന്നത് ഈ പെറ്റ്സ് ആണ്. അത് എന്ത് തന്നെയായാലും, ഇപ്പൊ പട്ടിയായാലും പക്ഷികളായാലും ബാക്കിയുള്ള മൃഗങ്ങളായാലും അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങളായാലും എല്ലാവരും നമുക്ക് നിസ്വാർത്ഥമായ ഒരു കമ്പനി സന്തോഷം തരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ഈ പെറ്റ്സിന്റെ മാർക്കറ്റും ആ പെറ്റ്സിന്റെ ഒരു വിപണന സാധ്യതയും ഒരുപാട് കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഈ പേരിക്കുന്ന പ്രതിസന്ധിയെക്കാട്ടിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ സെക്ടറിൽ ഉള്ളത്. അപ്പം ഈ ഒരു മാറുന്ന സാഹചര്യത്തിൽ ഇതിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഇതുപോലുള്ള സംഘടനകൾ അത്യാവശ്യമാണ്. അവരുടെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാന്, പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാന്, അവർ തമ്മിൽ അന്യോന്യം സഹായിക്കാന്, ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, അത് ഉപഭോഗം ചെയ്യുന്ന ആൾക്കാർ, അതായത് ഈ പെറ്റ്സിനെയൊക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാര്, ഇവരും ഒക്കെ ആയിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ ഒത്തൊരുമയുള്ള ഈ കൂട്ടായ്മ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ മാറുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇതിനെ ഒരു വലിയ സെക്ടറാക്കി ഉയർത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും നമ്മൾ വേറെ പല രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് US അല്ലെങ്കിൽ കാനഡയോ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. പക്ഷെ അവിടെ അവര് പെറ്റ്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും ആ പെറ്റ്സിന് വേണ്ടി ചെലവാക്കുന്ന പൈസയും അതിന്റെ ഒരു $1 ബില്യൺ എക്കോണമി ആയിട്ടുള്ള ബിസിനസ് ആണ് നടക്കുന്നത്. നമുക്ക് ശരിക്കും പലപ്പോഴും അതിശയം തോന്നാറുണ്ടോ, ഓരോ ഈവൻ ക്യാറ്റ്സിന്റെ അവർക്ക് മണക്കാനുള്ള ഒരു സാധനം അല്ലെങ്കിൽ അവർക്ക് ചെറിയൊരു മെഡിസിൻ, ഇതിനൊക്കെ വളരെ വലിയ വലിയ ഇൻഡസ്ട്രീസ് ആണ് അവിടെ ഉള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ഇപ്പോഴും പെറ്റ്സ് ഇൻഡസ്ട്രി അത്രത്തോളം വളർന്നിട്ടില്ല. പ്രത്യേകിച്ച് നോക്കി ചിലപ്പോൾ ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ പോലും പലപ്പോഴും നമുക്ക് അതിന് സ്പെഷ്യലൈസ് ചെയ്ത് ഡോക്ടർമാരെ കാണാറില്ല. പക്ഷെ ഈ മേഖല ഇത്രയധികം പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്ത് ഇതിന് ഇത്രയധികം സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ മാറുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മാറുന്ന സാഹചര്യത്തിൽ ഇതൊരു $multi-million ഇൻഡസ്ട്രിയാണ് ഏത് ഏരിയ എടുത്തു കഴിഞ്ഞാലും. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി ആ ലെവലിൽ വളരാനും നാട്ടുകാരില്ല, അത് 2-3 രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കും. ഒന്ന്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ സാമ്പത്തിക ഉന്നമനത്തിനും ഈ സെക്ടർ ഡെവലപ്മെന്റിന് സഹായിക്കുന്നു. രണ്ടാമത്, അത് കൂടാതെ ഇത് പെറ്റ്സിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കുള്ള മാനസിക സന്തോഷം. ഒരു മാഡം നമുക്ക് അവതരിപ്പിക്കുന്നുണ്ട്, സെലീന മാഡം, പെറ്റ്സ് എങ്ങനെ നമ്മൾ ഡ്രഗ്സ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ പെറ്റ്സിനെ കീപ്പ് ചെയ്യുന്നത് അതൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ, ഒറ്റപ്പെടയിൽ മാറാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നേട്ടം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പെറ്റ്സിനെ വളർത്തുക എന്നുള്ളത്. അത് നമുക്ക് കുറച്ചുകൂടെ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കണം. അത് അക്വേറിയം ആയാലും, അത് പട്ടിയെ വളർത്തുന്നതായാലും, ഒരു പക്ഷിയെ വളർത്തുന്നതായാലും വീട്ടില്, ഇതൊക്കെ കൂടുതൽ ഇതിനേക്കാൾ ഉപരി മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ള ലെവലിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരണം. അത് അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിയേണ്ട ഒരു സാമൂഹികമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
അത് മനസ്സിലാക്കി ഇതുപോലുള്ള കൂട്ടായ്മകൾ ഇതിനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ നന്നായിരിക്കും. ഇത് നമുക്ക് കുറച്ച് സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളും കൊണ്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും. കാര്യം നമ്മൾ കൊണ്ടുവരുന്ന ആനിമൽസിനെ കീപ്പ് ചെയ്യണം, അതിനുള്ള അസുഖങ്ങൾ വന്നാൽ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, ആ അസുഖങ്ങൾ വന്നാലും നമ്മൾ എങ്ങനെ അത് ബാക്കിയുള്ള ജീവികളിലോട്ട് സ്പ്രെഡ് ചെയ്യാതെ നോക്കണം. കൂടുതൽ പെറ്റ്സുകൾ നാട്ടിൽ വരുന്നുണ്ട്. നമുക്ക് പലതരത്തിലെ പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെറ്റ്സുകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ പലതരം പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടോ. ഈ പെറ്റ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ അതിനെ ക്വാറന്റൈൻ ചെയ്തില്ലെങ്കിൽ വരുന്ന ഇഷ്യൂസ് വരാം. ചിലപ്പം ഈ വൈൽഡിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പെറ്റ്സ് ഒക്കെ ആനിമൽസോ ബേർഡ്സോ ഒക്കെ ആണെങ്കിൽ പലതും എൻഡേഞ്ചേർഡ് ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നത് കൊണ്ട് ഇതിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങൾ ചിലപ്പോൾ നമ്മുടെ വൈൽഡ് ആനിമൽസിലോട്ട് പകർന്നിരിക്കാം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വലിയ മേഖലയും കൂടെയാണ് ഈ പെറ്റ്സ് ഇൻഡസ്ട്രി എന്ന് തന്നെ പറയാറ്. അപ്പം അതിലൊക്കെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഈ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ സർക്കാരിനെ ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താനോ, അല്ലെങ്കിൽ സമൂഹത്തിന് ഇതിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധ്യപ്പെടുത്താനോ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്ന് അവരുടെ അറിവും അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അവരുടെ എക്സ്പീരിയൻസും നമുക്ക് ബാക്കിയുള്ളവരിൽ എത്തിച്ചു കൊടുക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഇതുപോലൊരു സംഘടനയുടെ അത്യാവശ്യമുണ്ട്. കഴിഞ്ഞ 8 വർഷമായിട്ട് സംഘടന വളരെ വിപുലമായി രീതിയിൽ പ്രവർത്തിച്ച് ഈ ലെവലിലെത്തി. ഇപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. വളരെ നല്ല രീതിയിലെല്ലാം ഓർഗനൈസ് ചെയ്ത് ഇങ്ങനൊരു സംഘടന നടക്കുന്നതിലും അതിനെ ഒരു വക്താവായിട്ട് എന്നെ വിളിച്ചതിനും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് ഈ ഭാരവാഹികളോട് പ്രത്യേകം ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അത് ഞാൻ മുൻപ് പറഞ്ഞത് തൊട്ട് ഇങ്ങനെ ഒരു സംഘടന ഉണ്ട്, നമ്മളെ വർക്കുണ്ട്. എങ്കിലും ഈ പെറ്റ്സ് കീപ്പിങ്ങിന് ഒരുപാട് അവന്യൂസ് ഉണ്ട്. അത് നമുക്ക് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നവരോ വളർത്തുന്നവരോ ഒക്കെ അനുഭവിക്കുന്നുണ്ടാവും. ഇല്ലെന്നല്ല ഞാൻ പറയുന്നുണ്ടാവും. ഞാനൊക്കെ നേരിട്ട് കാണാറുണ്ട്. മത്സ്യം വളർത്തുന്ന മേഖലയിലെ ആൾക്കാരുമായിട്ട് കുറച്ചുകൂടി കൂടുതൽ ബന്ധപ്പെടുന്നതുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ കാണാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. മത്സ്യമേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഫ്രഷ് വാട്ടർ ഓർണമെന്റൽ ഫിഷസ് ആണ് കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്നത്. മറൈൻ ഓർണമെന്റൽ ഫിഷസും അതൊക്കെ പോപ്പുലറായി വരുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ആ മേഖലയിൽ നമ്മൾ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ മറൈൻ ഓർണമെന്റൽ ഫിഷ് കീപ്പിങ്ങിനും അതിന്റെ ബ്രീഡിങ്ങിനും ഒക്കെ ആയിട്ട്. പക്ഷെ അതേപോലെ തന്നെ പുതിയ പുതിയ മേഖലകൾ ഉരുത്തിരിയാനും ഇവിടുന്ന് ഇതൊരു എന്താ പറയാ ഒരു പ്രൊഡക്ഷൻ ഹബോ ഒരു എക്സ്പോർട്ട് ഹബോ അതിലുപരി ഇത് ഈ ലോകമാകെ അറിയപ്പെടുന്ന ഒരു പെറ്റ്സിന്റെ ഏരിയ ആക്കി മാറ്റാനോ ഒക്കെ നമുക്ക് കഴിയും. അപ്പൊ ആ രീതിയിലോട്ടുള്ള ഒരു ഉയർച്ച, ആ രീതിയിൽ ഒരു വളരെ ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ഒരു സ്കോപ്പ് നമുക്കിവിടെ ഉണ്ട്. അത് നമ്മള് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലായപ്പെടുത്തിയായാലും അല്ലെങ്കിൽ ഈ മേഖലയെ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരുടെ ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയായാലും നമ്മൾ ആ ഒരു ലെവലിലോട്ട് ഇതിനെ കൈപിടിച്ച് ഉയർത്തണം. അപ്പൊ ഈ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഇതിനെ ഉയർത്താൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ചെറുതായൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ ഈ മേഖലയിൽ കണ്ടിട്ടുള്ളത്, പക്ഷേ ഈ ആയുർവേദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്ത് ഈ ആയുർവേദ മേഖല ഏറ്റവും കൂടുതൽ അത്ര ഉയർന്നു വരാത്തതിന്റെ ഒരു കാരണം പ്രത്യേകിച്ച് അവർക്കുണ്ടായ അറിവുകൾ അവർ പ്രോപ്പർലി ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയോ ചെയ്യാത്തതുകൊണ്ടാണ്. ആ രീതിയിൽ ആയുർവേദ യോഗ എല്ലാം ഒരു രീതിയിൽ നന്നായിട്ട് ഷെയർ ചെയ്ത് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോപ്പതി മെഡിസിന്റെ ആവശ്യകത ഒരു 80% വരെ കുറയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതേപോലെ തന്നെയാണ് ഈ സെക്ടറിൽ നമ്മൾ പറയുകയാണെങ്കിൽ പെറ്റ്സിന്റെ മേഖലയിലും ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അറിവുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഈ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയായിട്ട്, അതായത് കൈ ചേർത്ത് പിടിച്ച് ഉള്ളൊരു പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. ഓരോരുത്തരും ചില ആൾക്കാർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ച് അവരുടേതായ ടിപ്സുകൾ അറിയാം. അവർ വളരെ കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഉണ്ടാക്കിയതായിരിക്കാം, ടിപ്സ് ഡെവലപ്പ് ചെയ്തതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്നിച്ച് വളരുക എന്നുള്ള ഒന്നിച്ച് വളരുക എന്നുള്ള ഒരു എഫേർട്ടാണ് നമുക്ക് ഈ സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. കാര്യം നമ്മളിപ്പോൾ 1 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന വെച്ചാൽ 1 കോടി രൂപയുടെ ബിസിനസ് അല്ല ഇതിനകത്ത്, 1 കോടി ഡോളറിന്റെ ബിസിനസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത്ര സ്കോപ്പുള്ള ഒരു ഏരിയയാണ്, അത്ര സ്കോപ്പുള്ള ഒരു മേഖലയാണ്. എന്റെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വെളി രാജ്യങ്ങളിൽ പോയി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതിശയിച്ചു പോകാറുണ്ട്. അപ്പൊ ചെറിയൊരു മെഡിക്കൽ ഏരിയയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ
അതിന്റെ എന്തെങ്കിലും ഒരു ചെറിയ ആസ്പെക്റ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഇത്രയധികം സാലറി കൊടുക്കാനായിട്ട് അവർക്ക് തയ്യാറാവുന്നെങ്കിൽ എന്തുമാത്രം പ്രോഡക്റ്റ് ആയിരിക്കും അവർ ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ അത്രത്തോളം സ്കോപ്പുള്ള ഒരു ഏരിയയാണ്. നമുക്ക് ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ നമുക്ക് ഇതിന്റെ അവന്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കി അത്രത്തോളം ഉയരാനായിട്ട് ഈ സംഘടനയ്ക്കും ഇതിന്റെ ഭാരവാഹികൾക്കും ഈ നമ്മുടെ നാട്ടിലെ ഈ പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പെറ്റ്സ് കീപ്പിംഗ്, പെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഒരുമിച്ച് വളരുക എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ വരണം. അപ്പൊ ഇതിനായിട്ട് തന്നെ എന്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടങ്ങുകയോ അല്ലെങ്കിൽ മാഗസിൻസ് തുടങ്ങുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ ഇത് വികസിച്ച് വളരെ നല്ല ലെവലിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനൊരു തുടക്കം എന്ന നിലയിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു സംഘടന തുടങ്ങി ഇത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഇനിയും നമ്മൾ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു സംഘടന വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് വളരെ വികസിച്ച് ഇന്ത്യയുടെ ഈ പെറ്റ്സിന്റെ ഹബ്ബ് കേരളമായി മാറട്ടെ എന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.